കോയമ്പത്തൂർ പോകുന്ന വഴി ഞങ്ങളൊരു സ്ഥലം കാണാൻ കയറി. എവിടെയാണെന്നല്ലേ? ഞങ്ങൾ രാവിലെ 4 മണിയായപ്പോഴേക്കും എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു. നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങൾ കോയമ്പത്തൂർ എത്താനായി. കോയമ്പത്തൂരിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇഷ ഫൗണ്ടേഷൻ കാണാനാണ്. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ കവാടത്തിൽ തന്നെ ഒരു മതിൽ വലിയൊരു പാറക്കല്ല് കയറ്റി വെച്ചായിട്ടാണ് കണ്ടത്. എന്ത് രസമാണല്ലേ! അവിടെ നിന്നും ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്ഥലമെത്തി. ദൂരെ നിന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. ഒരുപാട് ആളുകളാണ് എല്ലാ ദിവസവും ഇവിടേക്ക് വരുന്നത്. ഒരു കൂറ്റൻ ശിവന്റെ പ്രതിമ, അത് കാണാനുള്ള തിക്കും തിരക്കും, അത് വീഡിയോയിൽ പകർത്താനുള്ള ഓട്ടവും. ശിവന്റെ കഴുത്തിലുള്ള ഈ മാല നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വലിയ മാല ഉണ്ടാക്കിയിരിക്കുന്നത് രുദ്രാക്ഷം കൊണ്ടാണ്. ഓരോരോ രുദ്രാക്ഷങ്ങൾ കൊണ്ടാണ് ഈ വലിയ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നൈറ്റ് വരികയാണെങ്കിൽ 1 മണിക്കൂർ ലൈറ്റ് ഷോ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. അത് ഭയങ്കര രസമാണെന്നും അത് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. അതുപോലെ ഈ പ്രതിമയുടെ ബാക്ക് സൈഡിലേക്ക് മലനിരകളും പച്ചപ്പൊക്കെ ആയിട്ട് ഒരു സ്ഥലമുണ്ട്. അതിലെയാണ് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ബസ് ഇങ്ങോട്ട് എത്തുന്നത്. കോയമ്പത്തൂർ ബസ് വഴി വരുന്നവർക്ക് കോയമ്പത്തൂരിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ബസ് ഉണ്ട്. അത് ഇവിടെ വന്നിറങ്ങാം. അതുപോലെ ഈ ശിവന്റെ അമ്പലത്തിൻ്റെ അടുത്ത് നിന്നും ഒരു വാഹനം ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അമ്പലങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുപോകും. ഏകദേശം 500 മീറ്ററാണ് അങ്ങോട്ടുള്ളത്. കുറേ ആളുകൾ നടക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മതിൽക്കെട്ട് കണ്ടില്ലേ? ഇതിനകത്തേക്ക് ഇനിയും അമ്പലങ്ങളും അവരുടെ എന്തൊക്കെയോ ആചാരങ്ങളുണ്ട്. അവിടേക്ക് ക്യാമറ മൊബൈലും ഒന്നും കയറ്റില്ല. എന്തായാലും ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. അവിടെ നിന്ന് 10 രൂപ വെച്ച് കൊടുത്ത് ഞങ്ങൾ ഈ വണ്ടിയിൽ കയറി നേരെ ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പക്ഷേ നോക്കിക്കേ, ദൂരത്തുനിന്നും കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന്. ഭയങ്കര രസമാണ് അവിടെ. നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഒന്ന് കയറിക്കോ. എന്തായാലും നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല.